പുരുഷോത്തമ ഗുരുനീ സിദ്ധബുദ്ധന്നി സ്കന്ദവിനായക സവിതാ പാവകന്നി ബ്രഹ്മമസ്ജിദ്നി യഹോവ ശക്തിനി യേശു പിതാ പ്രഭുനി രുദ്രവിഷ്ണുനി രാമകൃഷ്ണനി പ്രഗീമതാവോനി വാസുദേവ ഗോ വിശ്വരൂപിണി ചിദാനന്ദ ഹരിണി അദ്വിതീയന്നി അകാല നിർഭയ ആത്മലിംഗ ശിവന്നി ഓം തത്സത് ശ്രീനാരായണന്നി പുരുഷോത്തമ ഗുരുനീ. പ്രിയപ്പെട്ട ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഇതുപോലൊരു അനുസ്മരണ സമ്മേളനം നടത്തിയത് വളരെ വളരെ ഉചിതമാണ്. കാരണം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ ശരിയായ ദിശാബോധം നൽകി ശരിയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ സമൂഹത്തിന് വെളിച്ചം പകർന്ന ഗുരുനാഥന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം. തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയെപ്പോലെ മാധവൻ നായർ സാറിൻ്റെ ജീവിതം തന്നെ നമുക്കൊരു സന്ദേശമാണ് നൽകുന്നത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തെക്കുറിച്ച് പല പുസ്തകങ്ങളുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് MP മത്തായി സാർ എഡിറ്റ് ചെയ്തിട്ടുള്ള നവതി പ്രണാമം എന്ന പുസ്തകമാണ്. അതിൽ പെരുന്ന കയർ നായർ എഴുതിയിട്ടുള്ളത് മഹാരാജാസ് കോളേജിൽ, തിരുവനന്തപുരത്തെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അന്നത്തെ മഹാരാജാസ് കോളേജ്, ആ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് വെയിൽസ് രാജകുമാരൻ, ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വരവോടനുബന്ധിച്ച് മദ്രാസ് യൂണിവേഴ്സിറ്റി ഒരു സ്പെഷ്യൽ കോൺവെക്കേഷൻ തീരുമാനിച്ചിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നല്ല സമർത്ഥരായ 4 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് തിരഞ്ഞെടുത്തു. അവരെ മദ്രാസിക്ക് കൊണ്ടുപോയി. അവർ യൂണിവേഴ്സിറ്റി മന്ദിരത്തിലേക്ക് പിറ്റേ ദിവസം ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് റോഡിൽ മുഴുവൻ ബഹളം, പ്രതിഷേധം, കറുത്ത കൊടി, മുദ്രാവാക്യം. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ സമ്പത്ത് ഊറ്റിക്കുടിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണാധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കാണുകയാണ്. അതേക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടി, അന്വേഷണത്വരയോടും ഗാന്ധിജിയെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. പിന്നീട്
തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികളുടെ ഫീസ് അന്ന് ദിവാൻ രാഘവയ്യ വർദ്ധിപ്പിച്ചു. അതിനെതിരെ ശക്തമായ സമരമുണ്ടായി. അത് നേരിടാൻ വേണ്ടി വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ നോക്കി. ദിവാന്റെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി വേട്ട തന്നെ ഉണ്ടായി. ഇതെല്ലാം വിദ്യാർത്ഥിയായിരുന്ന കൊച്ചു മാധവൻ നായരുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പിന്നീട് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷനായി ഗാന്ധിജിയുടെ ആഭിമുഖ്യം തുടങ്ങി. ഖാദി പ്രചരണത്തിന്, വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനൊക്കെ സജീവമായി. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി വന്നു. അദ്ദേഹം ശിവഗിരിയിലെത്തിയപ്പോൾ മാധവൻ നായരും സഹപ്രവർത്തകരും അദ്ദേഹത്തെ പോയി കണ്ടു. യൂണിവേഴ്സിറ്റി കോളേജിൽ, മഹാരാജാസ് കോളേജിൽ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിച്ചു. ഗാന്ധിജിയായി അന്ന് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട്. പിന്നീട് അദ്ദേഹം ബിരുദാനന്തരം ഇവിടെ ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായി. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പ്രഗത്ഭരായിരുന്നു പലരും. കർദിനാൾ പറയക്കാട്ടിൽ, പിൽക്കാലത്ത് കർദിനാൾ പറയക്കാട്ടിലായി മാറിയ കൊച്ചു വിദ്യാർത്ഥി, സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ ശ്രദ്ധനായ PS വേലായുധൻ മാസ്റ്റർ, സാഹിത്യരംഗത്ത് തലമുറകളെ തന്നെ ത്രസിപ്പിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും നിയമ പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെയും അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യർ എന്ന് പറഞ്ഞാൽ, സമകാലികർ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ശ്രദ്ധേയരായ ആളുകളാണ്. ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് അന്ന ചാണ്ടി, ജസ്റ്റിസ് ഗോവിന്ദ മേനോൻ, ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ബ്രഹ്മാനന്ദ റെഡ്ഡി, സാഹിത്യ നിരൂപകനായിട്ടുള്ള സഞ്ജയൻ, സാഹിത്യകാരനായിട്ടുള്ള സാഹിത്യരംഗത്ത് ചലനങ്ങളുണ്ടാക്കിയ സഞ്ജയൻ, അവരൊക്കെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു. അത് കഴിഞ്ഞെങ്കിലും അഭിഭാഷ വൃത്തിയിലൊന്നും അദ്ദേഹം കേന്ദ്രീകരിച്ചില്ല. പരമ്പരാഗതമായി നടത്തി വന്ന വ്യവസായ കാര്യങ്ങളിൽ താല്പര്യമെടുത്തു. എറണാകുളം മിൽസിൻ്റെ ചുമതല പിന്നീട് ഏറ്റെടുക്കാനുണ്ടായത്. ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തിൻ്റെ ഗതിവിഗതികളെ അദ്ദേഹം സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന് തൻ്റേതായ സഹായ സഹകരണങ്ങൾ നൽകുകയും അർഹിക്കുന്ന കരങ്ങളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പിന്നീട് കൊച്ചിരാജ്യ പ്രജാമണ്ഡലത്തിൽ ചേർന്നു. അന്ന് നാട്ടുരാജ്യങ്ങളിലൊക്കെ പ്രജാമണ്ഡലമായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസ്, ഇവിടെ പ്രജാമണ്ഡലമാണ്. പ്രജാമണ്ഡലത്തിൽ സജീവമായി അദ്ദേഹം പങ്കാളിയായി. അതിൻ്റെ ട്രഷററായി, അതിൻ്റെ പാർലമെൻ്ററി കാര്യ സെക്രട്ടറിയായി, പാർലമെൻ്ററി ബോർഡിൻ്റെ സെക്രട്ടറിയായി. 48-ൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി പ്രജാമണ്ഡലം. ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ശ്രീ മാധവൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയചാതുര്യം, സംഘടനാ സാമർഥ്യം, ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മിടുക്ക്, അതൊക്കെ പ്രകടമായ തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചു. തിരുക്കൊച്ചി കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി. പ്രജാമണ്ഡലം കോൺഗ്രസിൽ ചേർന്നപ്പോൾ കൊച്ചിൻ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. ട്രഷററായി അദ്ദേഹം പിന്നീട് പ്രസിഡന്റായി. KPCC പ്രസിഡന്റ്, 2 തവണ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. പിന്നീടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ
കൊടുമുടിയിൽ നിൽക്കുന്ന സമയം. അക്കാലത്ത് കോൺഗ്രസിനെ നയിച്ച ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവുമായി, പിന്നീട് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി, സർദാർ പട്ടേലുമായി, പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്തുമായി, കാമരാജുമായി, നിജലിംഗ് ഗപ്പിയുമായി എന്നുവേണ്ട ആ കാലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ മുഴുവൻ നേതാക്കളുമായി വ്യക്തിബന്ധമായിരുന്നു. ചിലർ അദ്ദേഹത്തെ മാധവൻജി എന്ന് വിളിക്കും, ചിലർ മാധവൻ നായർജി എന്ന് വിളിക്കും. ആ തരത്തിലുള്ളൊരു ബന്ധം. കാരണം സത്യസന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. നമുക്കറിയാം, സാധാരണ ഈ അധികാര സ്ഥാനത്ത് ആളുകൾ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉന്നതാധികാര സമിതികളുടെ തലവന്മാരോ ഒക്കെ ആയിരിക്കുമ്പോൾ അവരുടെ മനസ്സിലെന്താണോ അവരുടെ മനോഗതം നോക്കി അഭിപ്രായം പറയാൻ മത്സരിക്കുന്ന അനുയായികളുണ്ടാവും പല കമ്മിറ്റികളിലും. നെഹ്റുവിൻ്റെ മനോഗതം മനസ്സിലാക്കി അഭിപ്രായം പറയുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ മാധവൻ നായർ ആരുടെയും രുചിക്കനുസരിച്ച അഭിപ്രായങ്ങളല്ല പറഞ്ഞത്, ആരുടെയും മനോഭാവം മുന്നിൽ കണ്ടുള്ള അഭിപ്രായമല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രശ്നത്തിൻ്റെ സത്യസന്ധമായ വിലയിരുത്തലാണ് നടത്തുന്നത്. ആ പ്രശ്നം എന്താണ് ആഴത്തിൽ പഠിച്ചു അതിൻ്റെ ഘടകങ്ങൾ എന്താണ് മനസ്സിലാക്കി അതിന് പരിഹാരം എന്താണ് നീതിപൂർവമായി നിഷ്പക്ഷമായി അതിന് പരിഹാരമുണ്ടാക്കുക, പക്ഷം പിടിക്കാതെ പരിഹാരമുണ്ടാക്കുക. ശ്രീ മാധവൻ നായർ ഒരു പ്രശ്നത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതാണ് ശരി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമല്ല അന്നത്തെ മുതിർന്ന നേതാക്കളൊക്കെ ഒരേപോലെ ചിന്തിച്ചിരുന്നു. കാരണം വ്യക്തി താല്പര്യങ്ങളില്ല, പക്ഷപാതമില്ല, ഒരു താല്പര്യവും വേറെയില്ല. പാർട്ടി താല്പര്യം, രാജ്യത്തോടുള്ള കടപ്പാട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നയിക്കുന്ന മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങൾ രാജ്യത്തെ ബാധിക്കുന്നതാണ്, ജനങ്ങളെ ബാധിക്കുന്നതാണ്. ഓരോ തീരുമാനവും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കി. AICC ജനറൽ സെക്രട്ടറി ആകണമെങ്കിൽ ഒഴിവ് വേണം. വർക്കിംഗ് കമ്മിറ്റിയിൽ ഒഴിവില്ല. പിൽക്കാലത്ത് നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിജി തൻ്റെ വർക്കിംഗ് കമ്മിറ്റി പദവി രാജിവെച്ചിട്ടാണ് KP മാധവൻ നായരെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഓർക്കണം. അത്രമാത്രം നെഹ്റുവിനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും അന്നത്തെ ദേശീയ നേതാക്കന്മാർക്കും വിശ്വാസമുള്ള അവരുടെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. ദേശീയ തലത്തിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും വ്യക്തിപരമായി ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. സമ്പത്തെല്ലാം കുറേശ്ശെയായിട്ട് എഴുതി വിൽക്കുകയായിരുന്നു. കടബാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി പദം വിട്ട് നാട്ടിൽ വരുമ്പോൾ കടബാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൊടുത്തു തീർത്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ പഴയ സഹപ്രവർത്തകർക്ക് പ്രയാസമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനാണ്. ഞാനൊക്കെ തൃശ്ശൂരിൽ KSU രംഗത്ത് സജീവമായി വരുമ്പോൾ അന്ന് അവിടുത്തെ തൃശ്ശൂരിലെ പ്രധാന നേതാവായിരുന്നു പഴയ MLA ആയിരുന്ന PR കൃഷ്ണൻ മാഷ്. അദ്ദേഹം കൊച്ചിരാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അദ്ദേഹത്തെ പോലുള്ളവർ, VR കൃഷ്ണൻ, എൻ്റെ അച്ഛൻ്റെ സഹപാഠിയാണ്. മഹാരാജാസ് കോളേജിൽ അച്ഛനും VR കൃഷ്ണൻ ബെഞ്ചുമേറ്റ്സായി. അച്ഛന് പിന്നീട് ടൈഫോയിഡ് വന്ന് ഇന്ന് ഗതാഗത സൗകര്യമൊന്നും ഇല്ലല്ലോ, ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ എറണാകുളത്ത് നിന്നും നിന്നും അങ്ങ് ഞങ്ങളുടെ മണലൂരിലേക്ക് വഞ്ചിയിലാണ് അച്ഛനെ കൊണ്ടുപോയത്. വേറെ യാത്രാ സൗകര്യമൊന്നുമില്ല. അതോടുകൂടി അച്ഛൻ്റെ ആ മഹാരാജേശ്വര പഠിത്തവും തീർന്നു. പക്ഷേ VR കൃഷ്ണൻ, ഞങ്ങളുടെ വാത്സല്യപൂർവ്വം നോക്കി കണ്ടിരുന്ന VR കൃഷ്ണൻ മാഷ്. VR കൃഷ്ണൻ ഒരു കാലത്ത് കൊച്ചിരാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. സത്യസന്ധതയുടെ പ്രതീകമായ VR കൃഷ്ണൻ
എന്നെ വലിയ വാത്സല്യമായിരുന്നു അദ്ദേഹം. അവരൊക്കെ ആയിട്ട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലൊരു അനുഭവമായി ഞാൻ ഇന്നും മറക്കാനാവാത്ത അനുഭവമായി ഇന്നും കാണുന്നത്. അതുകൊണ്ട് ആ കാലത്ത് പ്രജാമണ്ഡലത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അവസരമുണ്ടായി. കെ കരുണാകരൻ അക്കാലത്ത് ഞങ്ങൾ വളരെയേറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ കെ പി മാധവൻ നായരെ കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2 തവണ അദ്ദേഹത്തെ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഒരിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നത്, അന്ന് അദ്ദേഹവുമായി സെൻറ് തോമസിൽ വിദ്യാർത്ഥിയായിരുന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്ക് രാഷ്ട്രീയ നടത്താൻ അവസരം കിട്ടിയത് ഈ അവസരത്തിലൊക്കെ. അതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളായി, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളായി. സത്യസന്ധതയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. നിഷ്പക്ഷതയും നീതിബോധവുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത. ആ രീതിയിൽ മുന്നോട്ട് പോയ അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്നും വില കൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് മത്തായി സാർ എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുറിപ്പുണ്ട്. ആ കുറിപ്പിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗം അത് ഒന്ന് എഴുതി കൊണ്ടുവരികയായിരുന്നു. മാധവൻ നായർ സാറിൻ്റെ അഭിപ്രായം എക്കാലത്തും പ്രസക്തമായ അഭിപ്രായമാണ്. അക്കാലത്ത് മാത്രമല്ല, പിൽക്കാലത്തും എക്കാലത്തും പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ഭരണമണ്ഡലങ്ങളിൽ പ്രസക്തമായ അഭിപ്രായം. ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയുകയാണ്: നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളുടെ ഇന്നത്തെ സ്ഥിതി തികച്ചും മോശമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു ആ പുസ്തകം തയ്യാറാക്കിയത് 95-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? 95-ആണെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ. 95-ലാണെന്ന് ഓർക്കണം. അപ്പം 95, 5, 27 കൊല്ലമായി. 27 കൊല്ലം മുമ്പ് കെ പി മാധവൻ നായർ സാറ് എഴുതിയ തൻ്റെ മനോഗതം, തൻ്റെ മനസ്സിലെ ചിന്താഗതി, മനസ്സിലെ ആശങ്കയാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളുടെ ഇന്നത്തെ സ്ഥിതി തികച്ചും മോശമാണെന്ന് ഞാൻ കരുതുന്നു. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം രാഷ്ട്രീയത്തിന് സംഭവിച്ച മൂല്യച്യുതിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അടിസ്ഥാന പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രവർത്തകർ തമ്മിലുള്ള പരസ്പര വിശ്വാസവും ബഹുമാനവും വീണ്ടെടുക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി എന്നേക്കുമായി ഇരുളടഞ്ഞതായി തീരും എന്നുറപ്പാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന് ശ്രമിക്കുമോ? അന്ന് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിന് ശ്രമിക്കുമോ? ഈ ദൗത്യം ഏറ്റെടുക്കുമോ എന്നതാണ് പ്രശ്നം. എത്രയോ പ്രസക്തമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിക്കാറുണ്ട്, റിപ്പബ്ലിക് ദിനങ്ങൾ ആചരിക്കാറുണ്ട്, മഹാത്മാക്കളെ നാം അനുസ്മരിക്കാറുണ്ട്, ഗാന്ധി ജയന്തി നാം ആചരിക്കാറുണ്ട്, ശിശുദിനം ആചരിക്കാറുണ്ട്, വലിയ നേതാക്കന്മാരെ നാം അനുസ്മരിക്കാറുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു? മാധവൻ നായർജി ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച ആ മൂല്യങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയും, ഇന്നത്തെ ഓരോ ദിവസവും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആശങ്കയാണ്. ഒരു കാലത്തും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സർവവിധ മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ, ജനതാൽപര്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ, വ്യക്തി താല്പര്യങ്ങളിലേക്ക് വന്നുവിടുന്ന അവസ്ഥ, അത് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തെ, പൊതുവെ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്.
മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് തെല്ലും വില കൽപ്പിക്കാതെ ആരെങ്കിലും ആ വഴിക്കൊക്കെ പോയാൽ അവരൊന്നും രാഷ്ട്രീയത്തിന് അനർഹരാണ്, അവരൊന്നും ഈ പണിക്ക് പറ്റിയ ആളുകളല്ല എന്ന് പോലും പരസ്യമായി പറയാൻ പോലും ചിലരെങ്കിലും മടിക്കാത്ത ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയെ ജനാധിപത്യ മതേതര പാതയിലൂടെ നെഹ്റു നയിച്ചു. അഴിമതിരഹിതമായൊരു ഭരണം, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയുള്ളൊരു ഭരണം. അന്ന് 16 സീറ്റ് മാത്രം കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് AKജിയെ 364 സീറ്റ് കിട്ടി പാർലമെന്റിൽ സഭാ നേതാവായി പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച നെഹ്റു ഏറ്റവും ആദരവോടെ കണ്ടിരുന്ന കാലം പാർലമെന്റ് നടക്കുമ്പോൾ ചെവി കൂർപ്പിച്ചുകൊണ്ട് അംഗങ്ങൾ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരു കാലം. ഇന്ന് പാർലമെന്റ് നോക്കുകുത്തിയാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ നിയമനിർമ്മാണം നടത്തുകയും പിന്നീട് അത് പിൻവലിക്കേണ്ടി വരികയും ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു. പൊതുവെ വന്ന മൂല്യച്യുതിയുടെ പ്രകടമായ രൂപങ്ങളാണ് ഭരണരംഗത്ത് കാണുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ആദ്യമായി പാർലമെന്റിൽ ചെന്നത് 77-ലാണ്. കന്നിക്കാരനായി എനിക്കുണ്ടായ അനുഭവം. അന്നും പാർലമെന്റ് ഒരു നിമിഷം പോലും പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രതിപക്ഷ നേതാവ് YB ചവാൻ, പിന്നീട് CM സ്റ്റീഫനായി കൃത്യമായി നടന്നിരുന്നൊരു കാലം. പിൽക്കാലത്ത് പാർലമെന്റിൽ ചെന്നപ്പോഴാകട്ടെ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. പാർലമെന്റ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സ്തംഭിക്കുന്നതിന് കാരണം പ്രധാന ഉത്തരവാദി ഭരണകക്ഷി തന്നെയാണ്, ഭരണകൂടം തന്നെയാണ്, സർക്കാർ തന്നെയാണ്. ചർച്ചകൾ അനുവദിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും പ്രതിഷേധമുയരുന്നത്. കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ജനാധിപത്യ ശൈലി ഉപേക്ഷിച്ചുകൊണ്ട് ഏകാധിപത്യ ശൈലിയിലേക്ക് പോകുന്ന സാഹചര്യം. അത് എല്ലാ തലങ്ങളിലും അതിൻ്റെതായ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കുന്നു. മൂല്യ തകർച്ച പൊതു രാഷ്ട്രീയ രംഗത്ത് കാണാം. ഭരണരംഗത്തുള്ളവരിൽ കൂടുതലാണെങ്കിൽ അല്ലാത്തവരിൽ അതിൻ്റെതായ നിലയിലും ഉണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. സർവ്വരംഗത്തും ആ ഒരു മൂല്യ തകർച്ച പൊതുവായി കാണുന്നു. ശരിക്കു പറഞ്ഞാൽ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കപ്പെടേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയുടെ ശരിയായ പ്രയാണത്തിന് അനിവാര്യമാണ്. രാഷ്ട്രീയ രംഗത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണം. KP മാധവൻ നായർ ചൂണ്ടിക്കാണിച്ച പോലെ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയം മൂല്യാധിഷ്ഠിതമാകണം. രാഷ്ട്രീയ രംഗത്ത് അതിന് അനിവാര്യമായ ശുദ്ധീകരണം ഉണ്ടായേ മതിയാകും. രാഷ്ട്രീയം ശുദ്ധമായാൽ, രാഷ്ട്രീയമാണല്ലോ ഭരണാധികാരികളെ സൃഷ്ടിക്കുന്നത്, ഭരണാധികാരികൾ ശുദ്ധമെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ശുദ്ധരായിരിക്കും. ശക്തമായ നിലപാടുള്ള, സത്യസന്ധതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, നീതിബോധത്തിലും നിഷ്പക്ഷതയിലും ഭരണഘടനയിലും വിശ്വാസമുള്ള ഭരണാധികാരികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നതെങ്കിൽ ആ ഭരണാധികാരികളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ സാമാന്യേന മെച്ചമായിരിക്കും. അല്ലാതെ എന്ത് സംഭവിക്കുന്നു? എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കത്തും എന്ന് പറയുന്നത് പോലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു വരുന്ന ഭരണാധികാരികൾ നീതിബോധമില്ലാതെ, നിഷ്പക്ഷതയില്ലാതെ, മൂല്യാധിഷ്ഠിതമല്ലാതെ ഏകപക്ഷീയമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് തെറ്റായ പാതയിലൂടെ മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രതിധ്വനികൾ സമൂഹത്തിനുണ്ടാകും. അതിൻ്റെ പ്രതിധ്വനികൾ സിവിൽ സർവീസിനെ സ്വാധീനിക്കും, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കും. ജനങ്ങളിലും ആ ഒരു ചിന്താഗതി വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ സാറ് PK ഷംസുദ്ദീൻ സാറ് മദ്യനിരോധനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. മാധവൻ നായർ സാർ ഈ കാര്യത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കാരണം സമൂഹത്തെ മൂല്യാധിഷ്ഠിതമായി ശുദ്ധമായി കൊണ്ടുപോകണമെങ്കിൽ
മദ്യമെന്ന മഹാവിപത്തിന്റെ കെടുതിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കണമെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തലമുറ മാധവൻ നായർ സാറ്, KCM മേത്ര, ലക്ഷ്മി എൻ മേനോൻ, പിന്നെ സുഗതകുമാരി ടീച്ചർ, മൻമോഹൻ സാറ്, കുമാരപിള്ള സാറ്, ദാരാസിംഗ്, ഇങ്ങനെ ഒരുപാട് പേര് അതിനുവേണ്ടി നിലകൊണ്ടത്. നമുക്ക് ഇന്ന് എവിടെ നിൽക്കുന്നു കേരളം? ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 2016 അധികാരത്തിൽ വരുമ്പോൾ കേരളം 29 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 859 ബാറുകളായി വർദ്ധിച്ചു. ബിവറേജസ് കോർപ്പറേഷന്റെ, കൺസ്യൂമർ ഫെഡിൻ്റെ, അതുപോലെ ക്ലബ്ബുകളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒക്കെ ബാറുകൾക്ക് അല്ലെങ്കിൽ മദ്യശാലകൾക്ക് പുറമെയാണിത്. ഇതിന് പുറമെ 10,000-4,000 കള്ള് ഷോപ്പ് വേറെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം വ്യാപകമാകുന്നു. ഒരു കാര്യം നമുക്കറിയാം, മദ്യം ഒരു അവശ്യ വസ്തുവല്ല എന്ന് 64 ദിവസം കേരളത്തിൽ നിലനിന്ന ലോക്ക്ഡൗൺ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ? 64 ദിവസം ലോക്ക്ഡൗൺ. യഥാർത്ഥത്തിൽ മദ്യനിരോധനമായിരുന്നല്ലോ. ഒരൊറ്റ മദ്യശാല പ്രവർത്തിച്ചില്ല. ആദ്യത്തെ 1-2 ദിവസം ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. പക്ഷേ പിന്നീട് 64 ദിവസം കേരളം എന്തൊരു ശാന്തമായിരുന്നു. സ്റ്റേറ്റ് പോലീസിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പരിശോധിച്ചാൽ മതി. കുറ്റകൃത്യങ്ങളിൽ വന്ന ഗണ്യമായ കുറവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ശ്രീ ജോൺസൺ ഇടയാറന്മുള അദ്ദേഹം നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യ. അവർ വിശദമായ പഠനം നടത്തി 3900 കോടി രൂപയുടെ ആനുകൂല്യം മദ്യം ഉപയോഗിച്ചിരുന്ന ആളുകളുടെ കുടുംബങ്ങൾക്കുണ്ടായി എന്നാണ് റിപ്പോർട്ട്. കുടുംബങ്ങളിൽ ശാന്തതയായിരുന്നു, സമാധാനമായിരുന്നു. അച്ഛൻ മകനെ കണ്ടു, കുടുംബാംഗങ്ങളോടൊപ്പം ഒന്നിച്ചുകൂടി. എന്തൊരു ശാന്തതയായിരുന്നു. സാമൂഹ്യ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യമായി ശാന്തത അനുഭവപ്പെട്ടൊരു കാലം. 64 ദിവസത്തെ ലോക്ക്ഡൗൺ. അത് കേന്ദ്ര ഗവൺമെന്റ് പിന്നീട് ഈ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മദ്യലോബിയുടെ സ്വാധീനത്തിന് വഴങ്ങി അവരെന്ത് ചെയ്തു? സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ലോക്ക്ഡൗണിൽ കുറെ ഇളവുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. കാത്തിരുന്നത് പോലെ സംസ്ഥാന ഗവൺമെന്റ് അതിലേക്ക് നീങ്ങി. നേരെ ഇളവുകൾ കൊടുത്ത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇതെല്ലാം കാണുമായിരുന്നു. ഇപ്പൊ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല. അവിടെ എത്ര മദ്യഷാപ്പ് ഇപ്പൊ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങൾ വളരെ അത്യധ്വാനം ചെയ്തിട്ടാണ് ഈ 859 എന്നുള്ളത് കണ്ടുപിടിച്ചത്. 859 അനുവദിച്ചതിന് ശേഷം പിന്നീട് ഒന്നും കിട്ടുന്നില്ല. പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പേരിൽ മറ്റു പലതിൻ്റെ പേരിലൊക്കെ അവർ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും പുറത്തു കൊടുക്കുന്നില്ല. എവിടേക്കാണ് കേരളം പോകുന്നത്? ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള സാമൂഹ്യ വിപത്തിന്റെ പ്രധാന കാരണം എന്താണ്? മദ്യവും മയക്കുമരുന്നും. മദ്യം നിർത്തിയാൽ മയക്കുമരുന്നുണ്ടാകും, വാറ്റ് വർദ്ധിക്കുമെന്നാണല്ലോ സർക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പം മദ്യം വ്യാപകമാക്കിയപ്പോഴാണ് മയക്കുമരുന്ന് കൂടിയത്. ഈ ഏറ്റവും വലിയ കാര്യം, ഈ ലോക്ക്ഡൗൺ കാലത്ത് 64 ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. NDPS കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ ഏറ്റവും കുറഞ്ഞൊരു കാലമായിരുന്നു ഈ 64 ദിവസം. ആ വർഷത്തെ ദേശീയ ശരാശരിയേക്കാൾ കേസുകൾ, മയക്കുമരുന്ന് കേസുകൾ വളരെ കുറഞ്ഞിരുന്നു. അപ്പൊ സർക്കാർ പറഞ്ഞത് ശരിയല്ല. മദ്യം നിർത്തിയതാകെ കുഴപ്പമാണ്. ഒന്ന്, മദ്യം കഴിക്കുന്നവരുടെ മാനസിക നില അപകടപ്പെടും, അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് കൊടുത്തേ മതിയാകും. 2 പറയുന്നെന്താ? മദ്യം നിർത്തിയാൽ മയക്കുമരുന്ന് വർദ്ധിക്കും. ഇത് രണ്ടും ശരിയല്ല എന്ന് 64 ദിവസത്തെ ലോക്ക്ഡൗൺ കൃത്യമായി തെളിയിച്ചു സർക്കാർ. എന്നിട്ട് മനസ്സിലാകുന്നില്ല എന്താ നടക്കുന്നത്.
മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മയെ കൊല്ലുന്ന മകൻ, അച്ഛനെ കൊല്ലുന്ന മകൻ, സ്വന്തം മകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന അച്ഛൻ ലഹരിയിൽപ്പെട്ടിട്ടാണ്. സ്വന്തം അമ്മയെ ശരിയല്ലാത്ത രീതിയിൽ നോക്കിക്കാണുന്ന മകൻ. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. കേരളം ഇന്ന് വലിയൊരു സാമൂഹ്യ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സാമൂഹ്യ ദുരന്തം. നമ്മുടെ കുട്ടികൾ, അച്ഛനമ്മമാരും വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ അടുത്ത കാലത്ത് പല റിപ്പോർട്ടുകളും വരുന്നത് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എലിമെൻ്ററി ക്ലാസ്സിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെയൊക്കെ പിടിയിൽ പെട്ടുപോകുന്നു. വലിയ ലോബി പ്രവർത്തിക്കുകയാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ നോക്കി ഓരോ ദിവസവും ടെലിവിഷനിൽ പത്രങ്ങളിൽ കാണുന്ന വാർത്ത, മയക്കുമരുന്ന് ഇത്ര പിടിച്ചു, മദ്യം ഇത്ര പിടിച്ചു. അടുത്ത കാലത്തുണ്ടായൊരു സംഭവം എന്താണ്? ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരാളുടെ പേരിൽ പക തീർക്കാൻ വേണ്ടി അയാളെ മദ്യം കൊടുത്തങ്ങ് മദ്യത്തിലങ്ങ് മയക്കി. എന്നിട്ടെന്താ ചെയ്തേ? 2 കാലും വെട്ടിയെടുക്കുകയാണ്, 2 കൈയും. ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ കശാപ്പ് ശാലയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ മൃഗങ്ങളുടെ കൈകാലുകൾ വെട്ടി തൂക്കിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യൻ്റെ കൈകാലുകൾ വെട്ടി ഓട്ടോറിക്ഷയിൽ അത് കൊണ്ടുപോയി ആർപ്പ് വിളിച്ച് കൊണ്ടുപോയി തെരുവിലേക്ക് വലിച്ചെറിയുന്നൊരു സ്ഥിതി ഈ കേരളത്തിലാണ് സംഭവിക്കുന്നത്. എന്ത് മൂല്യങ്ങളാണ്, എന്ത് മനുഷ്യത്വമാണ്! പ്രാകൃതമായ അപരിഷ്കൃതമായ ഒരവസ്ഥ. കാബാലിക സംഘത്തിന്റെ തേർവാഴ്ച നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇതിൻ്റെ എല്ലാ അക്രമങ്ങളുടെ പിന്നിലും ലഹരിയുടെ സ്വാധീനമുണ്ട്, മദ്യത്തിൻ്റെ. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഈ എന്താണ് ഹീറ്റെക്സ്, അവിടെ നോക്കിയപ്പോൾ ടി വിയിലൊക്കെ വന്നിരുന്നു. മദ്യത്തിന് പുറമെ മറ്റ് ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചോ എന്ന് അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചുള്ളത്. പിന്നീട് വന്നപ്പോൾ ഈ മദ്യം എന്നൊരു വാക്ക് വരുന്നില്ല. ഇപ്പൊ സാറേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ലഹരി എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് മാത്രമാണ് എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ മയക്കുമരുന്നിനെതിരെ സോമോട്ടോ കേസ് എടുത്തിട്ടുണ്ട്. അത് മയക്കുമരുന്ന് കേസ് മാത്രമേ വരുന്നുള്ളൂ. ആ സമയത്ത് മദ്യനയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 2017 മദ്യനയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് കേസ്. 4 കൊല്ലം 6 മാസമായി. 47 തവണയാണ് കേസ് മാറ്റിവെച്ചത്. 47 തവണ. തന്നെയുമല്ല, ഒരു തവണ എൻ്റെ അഭിഭാഷകൻ കാളീശ്വരൻ രാജ് 1.5 മണിക്കൂർ വാദിച്ചു. പിന്നെയും കേസ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാരണം തീരുമാനമെല്ലാം കേസിൻ്റെ നടത്തിപ്പ് ശ്രദ്ധിച്ചാൽ സർക്കാരിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ സർക്കാർ പറയുന്നത് ശരിയല്ലെന്ന് നമ്മൾ കൃത്യമായി സ്ഥാപിച്ചിരിക്കുകയാണ്. കോടതിയും അവിടെ നീതി പുരസ്സരമല്ല മുന്നോട്ട് പോയത്. കോടതിയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കോടതിയുടെ ഈ കാര്യം നീട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ, അത് നീതിരഹിതമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ പരസ്യമായി പറഞ്ഞതാണ്, ലേഖനം എഴുതിയതാണ്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജുഡീഷ്യറി, ഭരണകൂടത്തിന് തെറ്റുപറ്റിയാൽ, എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടതാണ് ജുഡീഷ്യറി. ഇവിടെ ജുഡീഷ്യറിയും മദ്യ വിപത്തിനെ തടയുന്ന കാര്യത്തിൽ, മദ്യവ്യാപനം തടയുന്ന കാര്യത്തിൽ അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. ഭരണഘടനയുടെ 47-ാം വകുപ്പ് പറയുന്നത് അതിൻ്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കേണ്ട, ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടം, സർക്കാർ ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം ജനങ്ങളുടെ ദുർബലതയെ ചൂഷണം ചെയ്തുകൊണ്ട് മദ്യം വ്യാപിപ്പിക്കാൻ, മയക്കുമരുന്ന് വ്യാപിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ, അതിനെ ഫലപ്രദമായി തടയാതിരിക്കാനുള്ള ആ ഒരു ശൈലിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. കെ പി മാധവൻ നായർ സാർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, മദ്യരഹിതമായ, ലഹരി വിരുദ്ധമായ, ലഹരി വിമുക്തമായ ഒരു സമൂഹം എന്ന കാഴ്ചപ്പാട്, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം,
അഴിമതിരഹിതമായ ഉദ്യോഗസ്ഥ സംവിധാനം, അഴിമതിയും അതുപോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മൂല്യബോധമില്ലാത്ത ആ സമൂഹമല്ല നമുക്ക് വേണ്ടത്. മൂല്യാധിഷ്ഠിതമായ അഴിമതിരഹിതമായ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് രാജ്യത്ത് വളർന്നു വരേണ്ടത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ദീർഘവീക്ഷണം, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തലമുറകൾക്ക് സാധ്യമായേ മതിയാകൂ. അതല്ലെങ്കിൽ വലിയ വില നാം കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാധവൻ നായർ 27 കൊല്ലം മുമ്പ് തന്നെ എഴുതിയ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ വളരെ ഉത്കണ്ഠാപൂർവം ആശങ്കാപൂർവം അറിയിക്കുക. പ്രിയപ്പെട്ട മാധവൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് തലമുറകൾ അറിയണം. ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയെ കണ്ടിരുന്നു. വളരെ മനസ്സിന് വളരെ സംതൃപ്തി തോന്നി. അദ്ദേഹത്തിൻ്റെ വലങ്കൈയായിരുന്നു, അഭിഭാഷകയായിരുന്ന അവർ. പണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, പൊതുരംഗത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായതോടുകൂടി വീട്ടിലേക്ക് വരുന്നവരെ ഊട്ടുക, അവർക്ക് സഹായങ്ങൾ ചെയ്യുക, നല്ലൊരു ആതിഥേയയായി മാറുക, ആ ചുമതല ഏർപ്പെട്ടുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി ഇന്ന് പ്രവർത്തിച്ച ആ വനിതാ രത്നത്തെ ഇന്ന് കാണാൻ സാധിച്ചു. ഇന്നവരെ കണ്ട് അനുഗ്രഹം തേടാനായി എന്നുള്ളത് ഞാൻ വളരെ സംതൃപ്തിയോടുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മാധവൻ നായർ സാറിൻ്റെ പേരിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പുനർനിർമ്മാണ പ്രക്രിയയിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്, അല്ലേ? PK മാധവൻ നായർ സാറിൻ്റെ ഒരു പ്രതിമ വേണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ന്യായമാണ്. അതൊരു യാഥാർത്ഥ്യമാകേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഹോളാണല്ലോ ഇവിടെ പിടിച്ചു നിർത്തി പോയത്. അതിനും സാധിക്കുന്ന ഒരു സൗകര്യം ഉണ്ടാകട്ടെ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവുകൾ തലമുറകൾക്ക് പകരുന്നതിന് ഒരു ഒരു ഊർജ്ജസ്വലമായ ഒരു ഫലപ്രദമായ ഒരു ഘടകമായി ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്ക്, സർവോദയ പ്രസ്ഥാനങ്ങൾക്ക്, ഗാന്ധി പ്രസ്ഥാനങ്ങൾക്ക്, മഹത്തായ കോൺഗ്രസിന് സാധിക്കട്ടെ, ജനാധിപത്യ വിശ്വാസികൾ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി മഹാനായ ആ വലിയ മനുഷ്യൻ്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ആദരവർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാധവൻ നായർ സാറിനെ പറ്റി 2 പുസ്തകങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സപ്തതിയുടെ സന്ദർഭത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരൊരു ആദര ഗ്രന്ഥം ഇറക്കി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 90 വയസ്സായപ്പോൾ അത് ആചരിക്കുന്നതിന് വേണ്ടി ഒരു സമിതി ഉണ്ടായി. ആ സമിതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് നവതി പ്രണാമം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്ത് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇറക്കിയത്. മാധവൻ നായർ സാറുമായി വളരെ വളരെ അടുത്ത് ബന്ധപ്പെടാൻ, ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യവാനാണ്. ഞങ്ങൾ തമ്മിലുള്ള വലിയ പ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെ എന്നോട് ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒരു ആശങ്കയോട് കൂടിയാണ് എന്നെ നോക്കിക്കണ്ടത്. ഞാൻ ഓർമ്മിക്കുന്നു, നന്ദ്യാട്ടുകുന്നം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ ഒരു ആഘോഷ ചടങ്ങിൽ ഒരാഴ്ച നീണ്ടുനിന്ന ചടങ്ങുകളുണ്ടായിരുന്നു. അതിൽ ഒരു സമ്മേളനത്തിൽ ഞാൻ പ്രാസംഗികനായിരുന്നു. ശ്രീ വയലാർ രവി ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു. മാധവൻ നായർ സാറ് അതിൽ പങ്കെടുത്ത താഴെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു നേതാവായിരുന്നല്ലോ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് ഗാന്ധി സ്മാരക നിധിയുടെ. ഇപ്പം ഞാൻ നെഹ്റുവിൻ്റെ ഒരു വികസന നയത്തെപ്പറ്റി കുറച്ച് വിമർശനാത്മകമായി സംസാരിച്ചു. മാധവൻ നായർ സാറുമായിട്ട് വളരെ ചെറിയ പരിചയമാണ്. അപ്പം അദ്ദേഹം പിറ്റേ ദിവസം എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ ഒരു ദൂതനെ അയച്ചു. അപ്പം ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞാണ് മാധവൻ നായർ സാറിനെ വീട്ടിൽ ചെന്ന് കാണുക. ഇത്തരം അനക്ഡോട്ടുകൾ പറയുന്നത് ഒരു രസകരമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറയണം, അധികം സമയം എടുക്കില്ല. അപ്പം ഇതിനോടകം അദ്ദേഹം എന്നെ പറ്റി അന്വേഷിച്ച് ഏകദേശം മനസ്സിലാക്കിയിരുന്നു. ഞാൻ ചെന്നു, എന്നെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഇരുത്തി എന്നിട്ട് പറഞ്ഞു,
നിങ്ങൾ പണ്ഡിറ്റ് നെഹ്റുവിനെ പറ്റി, പണ്ഡിറ്റ്ജിയെ പറ്റി എന്നാണ് പറയുക, പണ്ഡിറ്റ് നെഹ്റു എന്നൊന്നും മാധവൻ നായർ സാർ പറയുന്നത്. നിങ്ങൾ പണ്ഡിറ്റ്ജിയെ പറ്റി അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനിടയിൽ ഞാൻ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു. നിങ്ങളെ MA ജോണിന്റെ ഒരടുത്ത ആളാണ്, പരിവർത്തനവാദിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്കതിന്റെ മറുപടി കിട്ടി. അതുകൊണ്ട് ഇനി എന്തുകൊണ്ടാണ് പണ്ഡിറ്റ്ജിയെ പറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ആരംഭിക്കുന്നത്. പിന്നീട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ജസ്റ്റിസ് ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഈ ഗാന്ധിയൻ നിർമ്മാണ പ്രവർത്തന രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യമാണ്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഈ കൂട്ടത്തിലുള്ള ഒരാൾ രാമേന്ദ്രൻ നായർ സാറാണ്. ഇവിടെ മൈക്കിള് സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം ഈ ഗാന്ധി മാർഗ പ്രവർത്തന രംഗത്തേക്ക് പൂർണ്ണ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മാധവൻ നായർ സാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അധികം പേരും ഇത് രണ്ടും ഒരേ സമയം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ ഗാന്ധിയൻ നിർമ്മാണ പ്രവർത്തനം കോൺഗ്രസിന്റെ തന്നെ പദ്ധതിയായിരുന്നു, പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഗാന്ധി മാർഗ പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തനവും രണ്ടല്ലാതിരുന്നതും ഒരേ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തന്നെ രണ്ട് ധാരകളായിരുന്നതുമായ ഒരു പ്രവർത്തന ശൈലിയുടെ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് മാധവൻ നായർ സാർ. അതുകൊണ്ട് ഇത് തമ്മിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ അടിസ്ഥാനപരമായി വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ മാധവൻ നായർ സാറ് ഈ നിർമ്മാണ പ്രവർത്തന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ഇവിടെ ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ ഈ സമര രംഗത്ത് അദ്ദേഹം പിന്നിൽ നിന്ന് ചെയ്തിട്ടുള്ള സേവനം, സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അത് വലിയ ഒരു ധാർമ്മിക ശക്തിയാണ്, ഒരു കരുത്താണ്. ഞാൻ ഓർമ്മിക്കുന്നു, എവിടെയെങ്കിലും ഒരു സമരം ആരംഭിക്കണം എന്ന് ഒരാലോചന ഉണ്ടാകുമ്പോൾ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് അന്നത്തെ മദ്യനിരോധന സമിതി, ഞാനും ജസ്റ്റിസ് ഷംസുദ്ദീനും ഒക്കെ മന്മഥൻ സാറിനോട്, കുമാരപിള്ള സാറിനോടൊപ്പം അതിനകത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നതാണ്. ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് എല്ലാവരും കൂടി മാധവൻ നായർ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സമ്മതം മേടിക്കാതെ ഒരു സ്ഥലത്ത് ഒരു സമരം ആരംഭിച്ചിട്ടില്ല. സമരം തുടങ്ങിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് പോവുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം സമര രംഗത്ത് വന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി പതിവില്ല. ഒരു സമര രംഗത്ത് അദ്ദേഹം നേരിട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടുമില്ല മാധവൻ നായർ സാർ. പക്ഷേ അദ്ദേഹം നിർണായകമായ സന്ദർഭങ്ങളിൽ നിർണായകമായ ഉപദേശങ്ങൾ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഭരണാധികാരികൾക്ക് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കൂവപ്പാടം സമരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, കൂവപ്പാടം സമരത്തിന്റെ മാത്രമല്ല, ഞാൻ ഓർമ്മിക്കുന്നു, മന്മഥൻ സാറിന് അസുഖം മൂർച്ഛിച്ച് അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ, ഏറെക്കുറെ മരണശയ്യയിലാണ്. മൂവാറ്റുപുഴയിലെ ഒരു ആശുപത്രിയിൽ സാറിനെ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമാണ് എന്ന് ഡോക്ടർ എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ വിസ്മയിച്ച് ഞാൻ മാധവൻ നായർ സാറിനെ വിളിച്ചു. മാധവൻ നായർ സാർ പറഞ്ഞു, അപ്പൊ അന്ന് ഈ സെൽഫോൺ ഒന്നുള്ള കാലമല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കണം, ലാൻഡ് ഫോണിൽ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ഫോണിൻ്റെ അടുത്തിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാധവൻ നായർ സാറിൻ്റെ ഒരു ഫോൺ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ വിളിക്കും. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, എന്താണ് ആരാ സാർ എന്ന് ചോദിച്ചു. പറഞ്ഞു, മുഖ്യമന്ത്രി വിളിക്കും, നിങ്ങളെ ഇപ്പോൾ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കോള് വന്നു, തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു നേരിട്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. തിരികെ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ PBR പിള്ളയുടെ, അദ്ദേഹമാണ് അതിൻ്റെ മെഡിക്കൽ സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 4 ഡോക്ടേഴ്സ് മൂവാറ്റുപുഴ ആശുപത്രിയിൽ വന്ന് പരിശോധിക്കുന്നതാണ്. എന്നിട്ട് അവരുടെ ഉപദേശപ്രകാരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ആശുപത്രിയിലെത്തി. അവർ വന്നു, അവര് ഡോക്ടറുമായിട്ട് സംസാരിച്ചു, മന്മഥൻ സാറിനെ പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർ അശോകൻ നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സ ശരിയായ കാര്യങ്ങളിലാണെന്നും വേറൊന്നും ചെയ്യാനില്ല, അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്, മരിച്ച ഉടനെ തന്നെ ആനന്ദ ബോസിനെ, അദ്ദേഹം IAS കാരനാണ്, മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മൂവാറ്റുപുഴയിൽ കടാതിയിൽ വിട്ട് ഈ ചരമത്തിന്റെ അതിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ് ബഹുമതികൾ കൊടുക്കുന്നതിനെ പറ്റി ഒക്കെ സംസാരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു കരുതൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
എൻ തോമസ് സാർ ഈ സപ്തതി ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. സുധീർ മാധവൻ നായർ സാറിനെ പറ്റി എഴുതിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആദർശനിഷ്ഠ. 2, അദ്ദേഹത്തിൻ്റെ വിനയം. ഞാൻ ഇതിനേക്കാൾ വിനയമുള്ള ഇത്രയും സമുന്നതനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രീ രവീന്ദ്രവർമ്മ. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു വിനയത്തിൻ്റെ മൂർത്തിയായിരുന്നയാളാണ്. ഇദ്ദേഹം ആരോടൊപ്പമാണ് ഇവിടെ ശ്രീ വി എം സുധീരൻ പറഞ്ഞല്ലോ, പണ്ഡിറ്റ് നെഹ്റുവിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന ലേഖനം, സുധീരൻ നിർദ്ദേശിച്ച ഈ ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഒരു കഥ ചുരുക്കി പറയാം. അപ്പൊ അതുമായി ഞാൻ മാധവൻ നായരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. ഞാൻ എൻ്റെ അഭിപ്രായം, സുധീരൻ സൂചിപ്പിച്ചതുപോലെ, മാധവൻ നായർ സാർ അതിൽ എഴുതിയിട്ടുള്ളതുപോലെ, ഞാൻ എൻ്റെ അഭിപ്രായം, സുചിന്തിതമായ അഭിപ്രായം അദ്ദേഹത്തോട് പറയും. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നോക്കിയിട്ടല്ല, സാഹചര്യങ്ങൾ വിലയിരുത്തി യുക്തിയുക്തം സധൈര്യം നിർഭയമായി അഭിപ്രായം പറയും. എന്താണ്? ഈ സംഘടനയുടെ താല്പര്യമാണ്, അതാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. അപ്പൊ നെഹ്റു അത് സ്വീകരിക്കുക, അത്രയുള്ള കാര്യം. അതല്ലാതെ എൻ്റെ സ്വാധീനം കൊണ്ടല്ല, അത് നെഹ്റുവിൻ്റെ ഒരു മഹത്വമാണ് കാണിക്കുന്നത് എന്നാണ് മാധവൻ നായർ സാർ പറഞ്ഞത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിവിനയം, അത്രയധികം വിനയമുള്ള ആരൊക്കെയാണ്? നെഹ്റുവുമായിട്ട്, സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട്, GB പന്ത്, പട്ടേലിന് ശേഷം ഹോം മിനിസ്റ്റർ ആയിരുന്നയാളാണ് ഗോവിന്ദ വല്ലഭ പന്ത് എന്ന് പറയുന്നയാൾ. നിങ്ങൾക്ക് തോന്നുന്നു ഈ പന്ത് എന്ന് പറയുന്നയാൾ നമ്മുടെ ആളുകൾക്ക് വലിയ ഒരു പരിചയമില്ല. ഈ പന്തിനെ പറ്റി വടക്കനച്ചൻ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ടല്ലോ, എൻ്റെ കുതിപ്പും കിതപ്പും എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അന്ന് പന്ത് ഹോം മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു പന്ത് അദ്ദേഹത്തെ. അപ്പൊ പന്തിനെ കാണാൻ, GB പന്തിനെ കാണാൻ പോയ കഥ ഈ അച്ഛൻ അദ്ദേഹത്തിന്റെ എൻ്റെ കുതിപ്പും കിതപ്പും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പന്തിന്റെ മകനാണ് പിന്നീട് KC പന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ GB പന്തിന്റെ മകനായിരുന്നു. അവിടെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ദീപികയുടെ പന്തിന്റെ ഔദ്യോഗിക വസതിയുടെ പുറത്ത് കുറെ ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഒരു അറ്റൻഡർ വന്ന് ആളുകളെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും, സംസാരിക്കും, തിരിച്ചു വിടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചപ്പം സെബാസ്റ്റ്യൻ പോയി. അത് കഴിഞ്ഞ് വീണ്ടും സെബാസ്റ്റ്യനെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ അവിടെയുള്ള അറ്റൻഡർ ഉണ്ടല്ലോ, അദ്ദേഹം വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഞാൻ അകത്ത് ചെന്ന് അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പൊ സെബാസ്റ്റ്യൻ പറഞ്ഞു, അച്ഛാ അത് അറ്റൻഡർ അല്ല, അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഈ പുറത്ത് വന്ന് ആളുകളെ വിളിച്ചുകൊണ്ട് പോയി അകത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി തിരിച്ചു വിടുന്ന ആള് അച്ഛൻ വിചാരിച്ചത് GB പന്തിന്റെ അറ്റൻഡർ ആണെന്ന് വിചാരിച്ചു. അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യയുടെ അടുത്ത 2ാമത്തെ പ്രധാനമന്ത്രിയായ ആളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാള് ഈ പന്തിന്റെ അടുത്ത് അത്ര വിനയപൂർവ്വം നിൽക്കണമെങ്കിൽ ആരായിരുന്നു പന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ പന്തുമായിട്ട് ഒക്കെ വളരെ അടുത്ത ബന്ധം, ഞാൻ ബാക്കിയുള്ളവരുടെ പേര് പറയുന്നില്ല, ദേബാർജി, ശാസ്ത്രിജി, ദേബാർജി, പണ്ഡിറ്റ്ജി, പന്ത്ജി, ഇങ്ങനെയാണ് മാധവൻ നായർ സാർ അവരെ പറ്റി പറയുന്നത്. അത്രയധികം വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ് ഓർക്കണം. ഇവരെക്കാൾ വലിയ ആളുകളെ നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും പിന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അത്തരം ആളുകളുമായി ഇത്രയധികം അടുത്ത് ഇടപഴകിയ ഒരാള് എന്നോട് സംസാരിക്കുന്നത് ഒരു കൊച്ചനുജനോട് സംസാരിക്കുന്ന വാത്സല്യത്തോടും അതുപോലെ തന്നെ അടുപ്പത്തോടും കൂടിയാണ് എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ വിനയം എന്ന് എൻ തോമസ് സാറ് പറയുന്നത്. 3ാമത് അദ്ദേഹം പറയുന്ന ഗുണം എന്ന് പറയുന്നത് കരുണ എന്നാണ്. കരുണ, ഔദാര്യം. ഔദാര്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അതിനൊരു ഫ്യൂഡലിസ്റ്റിക് സ്റ്റിങ്ക്, ഒരു ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് കരുണ എന്നുള്ള വാക്ക്, കമ്പാഷൻ, ഭഗവാൻ ബുദ്ധൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അങ്ങനെ കരുണയുള്ള ആളായിരുന്നു. ഏത് കോൺഗ്രസ് പ്രവർത്തകനും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് ചോദിച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ആളാണ്. ശ്രീ കെ കരുണാകരനെ ഈ പുസ്തകത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ശ്രീ കെ കരുണാകരനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനായിട്ട് കരുണാകരന് സീറ്റ് കൊടുത്തു. അപ്പൊ ഇവിടെ വന്ന് മാധവൻ നായർ സാറിന്റെ അടുത്ത് വന്ന് ഇന്ന സീറ്റാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ആ സീറ്റിന്റെ ഉറപ്പും അതിന്റെ കൂടുതൽ 20 രൂപയും പോക്കറ്റിലിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് 20 രൂപ എൻ്റെ പോക്കറ്റിലിട്ട് തന്നു എന്ന് കരുണാകരൻ എന്നോട് പറഞ്ഞതാണ് ആ സന്ദർഭം. അങ്ങനെയാണ് വിടുന്നത് ഓരോരുത്തർക്കും. അതാണ് ഈ കരുണ എന്നുള്ള വാക്ക്
എൻ തോമസ് സാറ് ഈ മാധവൻ നായർ സാറിനെ പറ്റി ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങളുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഞാൻ ശരിയാണോ എന്ന് എനിക്ക് നിശ്ചയമില്ലെങ്കിൽ ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രീ സുധീരൻ കൂടി ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഞാൻ മാധവൻ നായർ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ നോട്ടെല്ലാം കൂടി വെച്ച് ഇത് ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് എഴുതാൻ തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വലിയ അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നി ഇത് ഒരു ഫസ്റ്റ് പേഴ്സൺ ഓംനിഷ്യന്റ് മാധവൻ നായർ സാർ എഴുതുന്നതായിട്ട് തന്നെ എഴുതണം എന്നൊരു ഉൾപ്രേരണ ഉണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എനിക്ക്. വേണ്ട അതൊന്നും വേണ്ട, നിങ്ങൾ ഇന്റർവ്യൂ ആയിട്ട് എഴുതിയാൽ മതി. പക്ഷെ ഞാൻ അത് പറഞ്ഞു, സാർ ഞാനത് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് മാധവൻ നായർ സാർ എഴുതുന്നതായിട്ട് തന്നെ ഞാൻ ആ ഇന്റർവ്യൂ എഴുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു വട്ടം വായിച്ച് തീരുന്നത് വരെ സാറൊന്നും പറയരുത്, അത് കഴിഞ്ഞ് നമുക്ക്. അപ്പൊ ഞാനത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, മാധവൻ നായർ സാറിന്റെ മുഖഭാവം ഇങ്ങനെ മാറുന്നതൊക്കെ നോക്കുവാണ്. അപ്പൊ ചില സ്ഥലത്ത് വരുമ്പോൾ നീരസത്തിന്റെ ഭാവം വരും, ചില സമയത്ത് കൗതുകത്തിന്റെ ഭാവം വിടരും. അവസാനം ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടി വായിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഓരോ വാചകവും വായിച്ച് പൂർത്തിയാക്കി. ചില ഭാഗങ്ങൾ അദ്ദേഹം വെട്ടാൻ പറഞ്ഞു, തിരുത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ അല്ലെങ്കിലും ഒരു വാശിക്കാരനാണ്, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. യേശുക്രിസ്തു കൊണ്ട് പറഞ്ഞില്ലേ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റട്ടെ എന്ന് കുരിശിൽ കിടന്ന് പറഞ്ഞതുപോലെ മാധവൻ നായർ സാർ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്നാണ് പറയുന്നത്, എൻ്റെ എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാണ് അത് ഈ ഫസ്റ്റ് പേഴ്സണിൽ എഴുതിയത്. ഒരു സംഭവം ഞാൻ പറയാൻ സുധീരൻ, ഇതൊക്കെ ഇനി ഒരു പക്ഷേ എപ്പോഴാണ് നമുക്കിത് ഷെയർ ചെയ്യാൻ അവസരം കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് പറയാം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഗുണവിശേഷങ്ങളെ പറ്റി പറയാം. അദ്ദേഹത്തിന്റെ ആദർശനിഷ്ഠ, വിനയം, അതുപോലെ തന്നെ കഠിനാധ്വാന ശേഷി എന്നീ ഗുണങ്ങൾ സമഞ്ജസമായി സമ്മേളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശാസ്ത്രിജിയുടേത് എന്ന് ഞാൻ എഴുതുകയാണ്. മാധവൻ സാർ പറഞ്ഞ കാര്യമാണ്. അപ്പൊ മാധവൻ സാറിന്റെ പേര് നിർത്ത്, എന്താണ് ആ വാക്ക്? എനിക്ക് അറിയാവുന്ന വാക്കല്ലല്ലോ അത്. ഞാൻ പറഞ്ഞു സമഞ്ജസമായി. അത് നിങ്ങൾ പ്രൊഫസർമാരൊക്കെ എഴുതുന്ന വാക്കാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അതുകൊണ്ട് അത് സമഞ്ജസം എന്നുള്ള വാക്കൊന്നും ഞാൻ എഴുതുന്നതിൽ വേണ്ട, അതുകൊണ്ട് അത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഓരോ വാക്കും വേറെ സംഭവങ്ങളുള്ളത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ വ്യക്തിപരമായി സുദീർഘമായിട്ട് പങ്കുവയ്ക്കാം. അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചുണ്ടല്ലോ ഓരോ വാക്കും. ഗാന്ധിജി ഈ സത്യനിഷ്ഠയെ പറ്റിയിട്ട് ഗാന്ധിജിയുടെ ഒരു പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മാൻ ഓഫ് ട്രൂത്ത് ഷുഡ് ഓൾസോ ബി എ മാൻ ഓഫ് കെയർ. അതായത് സത്യനിഷ്ഠനായ ആള് അത്യന്തം ശ്രദ്ധാലു കൂടിയായിരിക്കണം എന്ന് പറയും. ബുദ്ധൻ പറയുന്ന ഒരു വാക്കാണ്, ഫ്രീക്വന്റ് ആയിട്ട് പറയുന്ന വാക്കാണ് ശ്രദ്ധ എന്നുള്ള വാക്ക്. അത് പറയും, മാൻ ഓഫ് ട്രൂത്ത് ഷുഡ് ഓൾസോ ബി എ മാൻ ഓഫ് കെയർ എന്നാണ്. അതായത് ഒരു സത്യനിഷ്ഠനായ മനുഷ്യൻ അത്യന്തം ശ്രദ്ധാലുവായിരിക്കണം ഓരോ കാര്യത്തിലും. ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൽ പോലും ആ ശ്രദ്ധ മാധവൻ നായർ സാറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ ഗാന്ധി ഭവൻ ഇവിടെ സ്ഥാപിക്കുകയും ഇവിടെ പടുത്തുയർത്താൻ ശ്രമിക്കുകയും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ നമുക്കറിയാവുന്നതുപോലെ ഗാന്ധിയൻ ആശയ പ്രചരണത്തിന് പ്രഥമ പരിഗണന നൽകി പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. തത്വപ്രചാര കേന്ദ്രം എന്നായിരുന്നു ഇതിന്റെ ആദ്യ പ്രാഗ്രൂപത്തിന്റെ പേര്. അങ്ങനെയാണ് തുടങ്ങിയത്, തത്വപ്രചാര കേന്ദ്രം. അപ്പൊ നിർമ്മാണ പ്രവർത്തന രംഗത്തുണ്ട്, സമരത്തിൽ നിന്ന് പിന്തുണ നൽകുന്നയാളുണ്ട്, തത്വപ്രചാര കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അത് സ്ഥാപിച്ച് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലും. ഈ 3 ധാരകളാണ് ഗാന്ധിയൻ പ്രവർത്തനത്തിലുള്ളത്. ഒന്ന് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ധാര, ആശയപ്രചാരണത്തിന്റെ ധാര, മൂന്നാമതൊന്ന് സത്യാഗ്രഹത്തിന്റെ ധാര. ഈ 3 ധാരയിലും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു ശക്തി സ്രോതസ്സായി, ഒരാശ്രയമായി, പ്രചോദന കേന്ദ്രമായി, ആത്മവിശ്വാസം നൽകുന്ന ഒരാളായി നിന്നിട്ടുള്ളയാളാണ് മാധവൻ നായർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ നിരന്തരം, ശ്രീ സുധീരൻ സൂചിപ്പിച്ചതുപോലെ, ഒരു നിരന്തര പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും നമുക്കൊരു ദീപസ്തംഭമായി നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തി സ്രോതസ്സായി നമ്മൾ കാണേണ്ടതാണ് അദ്ദേഹത്തെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ യോഗത്തിൽ ശ്രീ സുധീരൻ വന്ന് സംബന്ധിച്ചത്
വളരെ വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തോട് കൃതജ്ഞത പറയുന്നു. അതുപോലെ തന്നെ ഈ ഗാന്ധിയൻ നിർമ്മാണ പ്രവർത്തന രംഗത്ത്, ഖാദിയുടെ രംഗത്ത് 60 വർഷം ഇതിലധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ രാമേന്ദ്രൻ നായർ സാറ്. അദ്ദേഹവും ഈ സന്ദർഭത്തിൽ വന്ന് സംബന്ധിച്ചത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായി അദ്ദേഹത്തോടുമുള്ള പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.